കർണാടകയിലെ മംഗലുരുവിൽ ഇന്ന് CPIM സംഘടിപ്പിക്കുന്ന മതസൗഹാർദ്ദ റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രിയെ തടയുമെന്ന് സംഘപരിവാർ പ്രഖ്യാപിച്ചതിനാൽ കർണാടക സർക്കാർ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഹർത്താൽ പ്രഖ്യാപിച്ചും വർഗീയ പ്രചാരണം സംഘടിപ്പിച്ചും മതസൗഹാർദ്ദ റാലി പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് BJPയും സംഘപരിവാർ സംഘടനകളും. വിവരങ്ങളുമായി കുട്ടൻ ചേരുന്നുണ്ട് മംഗലുരുവിൽ നിന്നും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളെല്ലാമായി വളരെ പ്രകോപനപരമായ സാഹചര്യങ്ങൾ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഇങ്ങനെ വലിയൊരു കൂട്ടായ്മ കൂടി നടക്കുന്നത്. കുട്ടൻ, എങ്ങനെയാണ് സാഹചര്യങ്ങൾ, തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്, ഒപ്പം അവിടുത്തെ സുരക്ഷയും അടക്കമുള്ള കാര്യങ്ങൾ? സൗമ്യ, രാവിലെ 10:15 മുഖ്യമന്ത്രി പിണറായി വിജയൻ മംഗലാപുരത്തേക്ക് എത്തുക. അദ്ദേഹം ട്രെയിൻ മാർഗമാണ് ഇവിടേക്ക് എത്തുന്നത്. രാവിലെ കണ്ണൂരിൽ നിന്നും അദ്ദേഹം ട്രെയിനിൽ പുറപ്പെട്ടു കഴിഞ്ഞു. മംഗലാപുരത്ത് കനത്ത സുരക്ഷാ സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കർണാടക സർക്കാർ വലിയ സുരക്ഷ, ഏതാണ്ട് 4000-ഓളം പോലീസുകാരെയാണ് ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി ആദ്യം പങ്കെടുക്കുന്ന ചടങ്ങ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ IMA ഹാളിലാണ്. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഈ IMA ഹാളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ ചടങ്ങ്. വാർത്താഭാരതി എന്ന് പറയുന്ന കന്നഡ ദിനപത്രത്തിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് അദ്ദേഹം ഇവിടെ, അതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് അദ്ദേഹം ഇവിടെ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് CPIMൻ്റെ ദക്ഷിണ കന്നഡ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വളരെ വിപുലമായ ഒരു ചടങ്ങ്, മതസൗഹാർദ്ദ റാലി. ആ റാലി അദ്ദേഹം ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. ഈ ചടങ്ങാണ് സംഘപരിവാറിനെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. മംഗലാപുരത്ത്, പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ ജില്ലയുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എപ്പോഴും സംഘപരിവാർ ശക്തികളുടെയും RSSൻ്റെയും ആക്രമണങ്ങൾ നടക്കുന്ന കേന്ദ്രമാണിത്. ഇവിടുത്തെ ജനങ്ങളെ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഇവിടെ എല്ലാ കാലത്തും സംഘപരിവാർ സ്വീകരിച്ചിട്ടുണ്ട്. വിവിധ വർഗീയ ലഹളകൾക്ക് RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇതിനെയൊക്കെ തുറന്നു കാട്ടുന്നതിനും ഇതിനൊക്കെ എതിർക്കുന്നതിനും അതുപോലെ തന്നെ ശാന്തിയും സമാധാനവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ദക്ഷിണ കന്നഡയിലെ CPIM പ്രവർത്തകർ മംഗലാപുരം കേന്ദ്രീകരിച്ചുകൊണ്ട്, ജില്ലാസ്ഥാനമായ മംഗലാപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് മതസൗഹാർദ്ദ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ റാലി ഉച്ചയ്ക്ക് 3 മണിക്കാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. ഈ റാലിക്ക് എത്തുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ തടയുമെന്ന് സംഘപരിവാർ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായി ഈ പരിപാടി പൊളിക്കുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ മുതൽ മംഗലാപുരം അതുപോലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ സംഘപരിവാർ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഈ ബന്ദിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്ന വാഹനങ്ങൾക്ക് നേരെ കല്ലേറ് നടത്തുന്നു, CPIMൻ്റെ ഓഫീസുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. എന്നാൽ ഈ വെല്ലുവിളികളെയും ആക്രമണങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മംഗലാപുരത്തേക്ക് എത്തും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ദക്ഷിണ കന്നഡ ഉൾപ്പെടെയുള്ള ഇവിടെ ഈ 3 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഈ റാലി പ്രഖ്യാപിച്ചതെങ്കിലും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള CPIM പ്രവർത്തകരും പൊതുജനങ്ങളും ഇവിടേക്ക് എത്തും. ഞങ്ങളിവിടെ എത്തിയ ഉടൻ തന്നെ മംഗലാപുരത്തെ ജനങ്ങളുമായി സംസാരിച്ചു. ഈ വിഷയത്തിൽ സംഘപരിവാർ ഇത്തരത്തിൽ ഫെഡറൽ സംവിധാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു നാടിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ തടയും എന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തുന്ന ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ ജനങ്ങൾ വലിയ ആശങ്കാകുലരാണ്. അവിടുത്തെ പൊതുസമൂഹം, അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ തന്നെ BJPയിലെ തന്നെ മിതത്വ സ്വഭാവം പുലർത്തുന്ന നേതാക്കളും പ്രവർത്തകരുമെല്ലാം സംഘപരിവാറിൻ്റെ ഈ തീവ്ര നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. അതുകൊണ്ട് തന്നെ ബന്ദിനെയും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾ, പൊതുസമൂഹം ഉൾപ്പെടെയുള്ളവർ പിണറായി വിജയൻ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മതസൗഹാർദ്ദ റാലിയിൽ എത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. സൗമ്യ, കുട്ടനാട് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. പ്രകോപന പ്രസംഗവുമായി BJP നേതാവ് K. സുരേന്ദ്രൻ. കൊലയ്ക്ക് പകരം കൊല നടത്തിയിട്ടുണ്ടെന്ന് K. സുരേന്ദ്രൻ. അടിക്ക് തിരിച്ചടിയും നൽകിയിട്ടുണ്ട്. സുരേന്ദ്രന്റെ പ്രകോപന പ്രസംഗം മംഗലാപുരത്താണ്. 2% വോട്ട് കിട്ടിയ സമയത്തും തിരിച്ചടിയും കൊലയും ചെയ്തിട്ടുണ്ട്. CPIMകാരെ വെറുതെ വിടില്ല. ഇന്ത്യയിൽ എവിടെ പോയാലും തടയാൻ BJP ഉണ്ടാവുമെന്നും സുരേന്ദ്രൻ. മുഖ്യമന്ത്രിക്കും കേരള ഗവൺമെന്റിനും നൽകുന്നത് BJPക്കും RSSനും കേരളത്തിൽ തിരിച്ചടിക്കാൻ ശക്തിയില്ലാത്തത് കൊണ്ടല്ല. നിങ്ങൾക്കറിയുമല്ലോ, നിങ്ങൾക്ക് എല്ലാവരും അവിടെ അറിയാം, ഇപ്പോ 30 ലക്ഷം വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ 16% വോട്ട്. കഴിഞ്ഞതിന് മുമ്പിലത്തെ ഇലക്ഷനിൽ ഞങ്ങൾക്ക് 5 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 30 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ 5 ലക്ഷം കിട്ടിയ സമയത്ത്, 2% വോട്ട് കിട്ടിയ സമയത്ത് ഓരോ അടിക്കും ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്, ഓരോ കൊലക്കും ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോ ഞങ്ങൾ അടിക്ക് പകരം അടിയില്ല, കൊലയ്ക്ക് പകരം കൊലയില്ല. പക്ഷെ നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങൾ കർണാടകയിൽ പോയാൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും, നിങ്ങൾ ആന്ധ്രയിൽ പോയാൽ
നിങ്ങൾ തമിഴ്നാട്ടിൽ പോയാൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും. നിങ്ങൾ മധ്യപ്രദേശിൽ പോയാൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും. നിങ്ങൾ ദില്ലിയിൽ പോയാൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഞങ്ങളെ തടയാൻ, ഞങ്ങളുടെ പ്രവർത്തനം തടയാൻ നിങ്ങൾ വന്നാൽ ഇന്ത്യയിൽ എല്ലായിടത്തും ശക്തമായ ജനാധിപത്യപരമായ പ്രതിഷേധം ഉണ്ടാവും. നാളെ മംഗലുരുവിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിജെപിക്കുള്ള മറുപടി വന്നിട്ട് പറയാമെന്നും പിണറായി. വിഷ്ണു പ്രണോയിയുടെ വീട് സന്ദർശിക്കുമെന്നും പിണറായി പറഞ്ഞു. മംഗലാപുരത്ത് CPIM ദക്ഷിണ കന്നഡ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മതസൗഹാർദ്ദ റാലിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കേരളത്തിലെ ഒരു BJP നേതാവ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മറുപടി മംഗലാപുരത്ത് പോയി വന്നതിന് ശേഷം പറയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടുത്തെ BJP നേതാവ് എന്തോ പറഞ്ഞത് കണ്ടല്ലോ. ഏതായാലും ഞാൻ പോകുന്നുണ്ട്, പോയി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാതെ പോകും. പാമ്പാടി നെഹ്റു കോളേജിൽ മാനേജ്മെന്റിന്റെ പീഡനം മൂലം ആത്മഹത്യ ചെയ്ത ജിഷ്ണു പ്രണോയുടെ വീട് സന്ദർശിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. JDU സംസ്ഥാന പ്രസിഡന്റ് MB വീരേന്ദ്രകുമാറുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളായ പൾസർ സുനി, വിജേഷ് എന്നിവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള പോലീസിന്റെ അപേക്ഷ ആലുവ കോടതി ഇന്ന് പരിഗണിക്കും. 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുതരണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. പോലീസിന്റെ ആവശ്യം കോടതി അനുവദിച്ചാൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇന്നലെയാണ് പൾസർ സുനിയെയും വിജേഷിനെയും ആലുവ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ഇരുവരെയും 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഇന്നലെ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ആവശ്യം കോടതി അംഗീകരിച്ചാൽ രണ്ടുപേരെയും ആലുവ പോലീസ് ക്ലബിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്ന 24 മണിക്കൂർ സമയത്തിനുള്ളിൽ ഇവരെ പോലീസ് ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. നടിയെ തട്ടിക്കൊണ്ടുപോയ വഴികളിലൂടെ സഞ്ചരിച്ചാണ് പോലീസ് സുനിയിൽ നിന്ന് തെളിവെടുത്തത്. മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തിയെങ്കിലും കണ്ടെടുക്കാനായിട്ടില്ല. അതേസമയം സംഭവം കൊട്ടേഷനല്ലെന്നും താൻ തന്നെ ആസൂത്രണം ചെയ്തതാണെന്നും സുനി മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇത് പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന നിഗമനത്തിലെത്തിയ പോലീസ് രണ്ടുപേരെയും കസ്റ്റഡിയിൽ ലഭിച്ചാൽ വിശദമായി ചോദ്യം ചെയ്യും. കേസിൽ നേരത്തെ അറസ്റ്റിലായ 4 പേരെയും വീണ്ടും ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പൾസർ സുനിയെയും വിജേഷിനെയും അറസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ കേസന്വേഷണത്തിൽ തിരിച്ചടി ഉണ്ടാകുമായിരുന്നുവെന്ന് നിയമവിദഗ്ധർ. കോടതിയിൽ കീഴടങ്ങിയ പ്രതിയെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നതും തമ്മിൽ ഏറെ അന്തരമുണ്ടെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. അറസ്റ്റിനെ വിമർശിച്ച കുമ്മനത്തിന്റെ നിലപാട് പ്രതികളെ പരോക്ഷമായി സഹായിക്കുന്നതാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കറും പ്രതികരിച്ചു. പ്രതികളെ കോടതിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരെ ചിലർ രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് നിയമവിദഗ്ധർ നിലപാട് വ്യക്തമാക്കിയത്. കീഴടങ്ങിയ പ്രതിയെ കോടതി വിട്ടു നൽകുമ്പോൾ പോലീസിനെ ചോദ്യം ചെയ്യുന്നതിൽ ഏറെ നിയന്ത്രണങ്ങളും പരിമിതികളും ഉണ്ടാകുമെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. അത് സത്യം പുറത്തുവരുന്നതിന് തടസ്സമാകും. ഈ സാഹചര്യത്തിൽ പോലീസ് നടപടി പൂർണ്ണമായും ശരിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയുടെ പരിരക്ഷയിൽ കഴിയുന്ന പ്രതിയെ ചോദ്യം ചെയ്യുന്നതും പോലീസിൻ്റെ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതിയെ ചോദ്യം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കോടതിയിൽ നിന്ന് വരുന്നത് തടവുകാരനാകുമ്പോൾ അവിടെ ചില പരിമിതികളും നിയന്ത്രണങ്ങളും ഉണ്ടാകും. പോലീസ് നടപടിയെ വിമർശിക്കുന്നവർ നീതിയുടെ താൽപ്പര്യങ്ങൾക്കെതിരാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു. അതിനാൽ കുമ്മനത്തിന്റെയും PT തോമസിന്റെയും നിലപാടിനെ പിന്തുണയ്ക്കാനാവില്ല. പോലീസുകാർക്ക് ഇയാളെ സമ്മർദ്ദം ചെലുത്തിയോ കുറെ കൂടി ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്യാനും അയാളിൽ നിന്ന് കുറെ കൂടി കാര്യങ്ങളൊക്കെ തെളിവുകൾ ശേഖരിക്കാനും സാധിക്കും. ഇന്നലെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ പോലീസിന് അത്ര തന്നെ ഫലപ്രദമായിട്ട് ചോദ്യം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കീഴടങ്ങാൻ അനുവദിച്ചിരുന്നെങ്കിൽ പ്രതികളെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുമായിരുന്നു. കോടതി അവധിയായതിനാൽ പ്രതികൾക്ക് അഭിഭാഷകനുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കും. ഇത് സ്വതന്ത്രമായ ചോദ്യം ചെയ്യലിനും സത്യം പുറത്തു കൊണ്ടുവരുന്നതിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തടസ്സമാകുമായിരുന്നെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പഠനച്ചെലവില്ലാത്തതിനാലും വീട്ടിലെ സാമ്പത്തിക ഞെരുക്കവും മൂലം പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഹരിപ്പാട് ആയാമ്പറമ്പ് പുതുമനയിൽ ബൈജുവിന്റെ മകൾ അനശ്വരയാണ് പുഴയിൽ ചാടി മരിച്ചത്. മൃതദേഹം സംസ്കരിക്കാൻ പോലും ഇടമില്ലാത്തതിനാൽ CPIM ചെറുതന ലോക്കൽ കമ്മിറ്റി ഓഫീസ് വളപ്പിൽ അനശ്വരയുടെ മൃതദേഹം സംസ്കരിക്കും. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജി, വിശദാംശങ്ങൾ. സൗമ്യ, ഹരിപ്പാട് മണ്ഡലത്തിലാണ് കഴിഞ്ഞ ദിവസം ദാരുണമായിട്ടുള്ള ഈ സംഭവം ഉണ്ടായത്. സാമ്പത്തികമായിട്ട് ഏറെ ഞെരുക്കം അനുഭവപ്പെടുന്ന കുടുംബത്തിലെ മൂത്ത കുട്ടിയായിരുന്നു അനശ്വര. 3 കുട്ടികളാണുള്ളത്. ഇതിനിടെ 2 കുട്ടികൾ കൂടിയുണ്ട്. അച്ഛനും അമ്മയ്ക്കും അസുഖം മൂലം
പണിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. സ്വന്തമായിട്ട് കിടപ്പാലും പോലും ഇല്ലാത്ത ഈ കുട്ടിക്ക് പഠന ചെലവും മറ്റും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MLA-യുമായിട്ട് പലതവണ ഇത്തരം കാര്യങ്ങൾ തങ്ങൾക്കൊരു വീടെന്നുള്ള സ്വപ്നവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടെങ്കിലും യാതൊരുവിധ പ്രയോജനം ഉണ്ടായില്ല. ഇത്തരത്തിലുള്ള വളരെയധികം മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ച സാഹചര്യത്തിലാണ് പെൺകുട്ടി ഇത്തരത്തിൽ ആത്മഹത്യക്ക് മുതിർന്നത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ചു. പക്ഷേ മൃതദേഹം സംസ്കരിക്കാൻ ഒരു കൊണ്ട് ഭൂമി പോലും ഇവർക്കില്ലായിരുന്നു. അങ്ങനെ ഒരു ഭൂമി വാങ്ങിക്കുന്നതിന് നാട്ടുകാരൊക്കെ ഒത്തുകൂടി അടിയന്തരമായിട്ട് സംസ്കരിക്കുന്നതിന് ഭൂമി വാങ്ങിക്കാനുള്ള ചില നടപടികളൊക്കെ തുടങ്ങിയെങ്കിലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ CPM മുന്നോട്ട് വരികയായിരുന്നു. ചെറുതന പാർട്ടി ഓഫീസ്, ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഒരു ഭാഗത്ത് കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ കുട്ടിയുടെ മൃതദേഹം ഹരിപ്പാട് സംസ്കരിക്കുക. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. സദാചാര ഗുണ്ടായുസത്തെ തുടർന്ന് അട്ടപ്പാടി സ്വദേശി അനീഷ് ആത്മഹത്യ ചെയ്ത കേസിൽ അഗളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീട്ടുകാരിൽ നിന്ന് ഉടൻ വിശദമായ മൊഴിയെടുക്കും. അനീഷിന്റെ ആത്മഹത്യാക്കുറിപ്പിലുള്ള ധനീഷ്, രമേശ് എന്നിവർക്കെതിരെ അഗളി പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയത്. അഴീക്കൽ ബീച്ചിൽ അനീഷിനെയും കൂട്ടുകാരിയെയും ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന ധനീഷിന്റെ പിതാവാണ് രമേശ്. കൊല്ലം ഓച്ചിറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികൾ റിമാൻഡിൽ കഴിയവേ അനീഷിനെ സമൂഹമാധ്യമങ്ങൾ വഴി വീണ്ടും അപമാനിക്കാൻ ശ്രമിച്ചതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തൃശൂർ കേച്ചേരിയിൽ ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കേച്ചേരിക്ക് സമീപം മഴുവഞ്ചേരിയിൽ മുള്ളംകുഴിയിൽ വീട്ടിൽ ജോണി ജോസഫ്, ഭാര്യ സോമ, മക്കളായ ആഷ്ലി, ആൻസൺ, ആൻമരിയ എന്നിവരാണ് മരിച്ചത്. ജോണി ജോസഫിനെ വിഷമുള്ളിൽ ചെന്ന നിലയിലും മറ്റു 4 പേരെ കഴുത്ത് അറുത്ത നിലയിലുമാണ് കണ്ടത്. ഭാര്യയെയും മക്കളെയും കൊന്ന ശേഷം ജോണി വിഷം കഴിച്ച് ജീവനൊടുക്കിയെന്നതാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സാമ്പത്തിക ബാധ്യതയാണ് കാരണമെന്നും സംശയിക്കുന്നു. കുന്നംകുളം പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ജമ്മു കാശ്മീരിൽ ഷോപ്പിയാനിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി സൈനികൻ MJ ശ്രീജിത്തിന്റെ മൃതദേഹം ഇന്ന് പാലക്കാട് കോട്ടായിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. മൃതദേഹം ഇപ്പോൾ പരുത്തിപ്പള്ളി ALP സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. 11 മണിക്ക് വീട്ടുവളപ്പിൽ സൈനിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. മന്ത്രി AC മൊയ്തീൻ ചടങ്ങിൽ പങ്കെടുക്കും. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ 2ാം പ്രതിയും നെഹ്റു കോളേജ് PROയുമായ സഞ്ജിത് K. വിശ്വനാഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. തൃശൂർ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇന്ന് സംഭവത്തിലെ കേസ് ഡയറി ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കോഴിക്കോട് മിഠായി തെരുവിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ ഡെപ്യൂട്ടി കളക്ടറുടെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. വൻ നാശനഷ്ടമാണ് തീപിടുത്തത്തിൽ ഉണ്ടായത്. മിഠായി തെരുവിൽ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനായാണ് ജില്ലാ ഭരണകൂടം വ്യാപാരികളുടെ യോഗം വിളിച്ചു ചേർത്തത്. പഴകിയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതും മിഠായി തെരുവിലെ വാഹനഗതാഗതം നിയന്ത്രിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യോഗത്തിന്റെ പരിഗണനയിലുള്ളത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഫോറൻസിക് വിഭാഗത്തിന്റെയുമെല്ലാം അന്വേഷണ റിപ്പോർട്ട് യോഗത്തിൽ പരിഗണിക്കും. വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായതായി നേരത്തെ അഗ്നിശമന സേന നൽകിയ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടില്ലെന്നും കണ്ടെത്തി. ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായ തീരുമാനങ്ങളെടുത്താൽ എതിർക്കുമെന്ന് ഒരു വിഭാഗം വ്യാപാരികൾ നിലപാടെടുത്തിട്ടുണ്ടെങ്കിലും സുരക്ഷ മുൻനിർത്തി ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവാനാണ് കോർപ്പറേഷന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉത്തർപ്രദേശ് 5ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. രാഹുൽ ഗാന്ധിയുടെ അമേഠി ഉൾപ്പെടെ 51 മണ്ഡലങ്ങളിലാണ് തിങ്കളാഴ്ച വിധിയെഴുത്ത്. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണസിയിൽ ഉൾപ്പെടെ BJP ഹിന്ദുത്വ ധ്രുവീകരണം നടത്തുകയാണെന്ന് അഖിലേഷ് യാദവ് ആരോപിച്ചു. എന്നാൽ 4 ഘട്ടങ്ങൾ പൂർത്തിയായതിന് പിന്നാലെ UP മുഖ്യമന്ത്രി പരാജയം രുചിച്ചെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം. 262 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് അവസാനിച്ചതോടെ തിങ്കളാഴ്ച ആരംഭിക്കുന്ന 141 മണ്ഡലങ്ങളിലേക്കുള്ള വിധിയെഴുത്ത് UPയുടെ രാഷ്ട്രീയ കടിഞ്ഞാൺ ഉറപ്പിക്കുന്നതാണ്. മാർച്ച് 11 ബലം പ്രഖ്യാപിക്കവേ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ ഉൾപ്പെടെ 3 ഘട്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമായ അമേഠിയിൽ ഉൾപ്പെടെ 51 മണ്ഡലങ്ങളിലാണ് തിങ്കളാഴ്ച 5ാം ഘട്ട വോട്ടെടുപ്പ്. 2012 37 സീറ്റുകൾ നേടി സമാജ്വാദി പാർട്ടി വ്യക്തമായ ആധിപത്യം നിലനിർത്തിയിരുന്നുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ വലിയ കുത്തൊഴുക്ക് ഈ മേഖലയിൽ BJPയിലേക്കുണ്ടായി. കഴിഞ്ഞ തവണ 5 സീറ്റ് നേടിയ കോൺഗ്രസുമായുള്ള ഇത്തവണത്തെ സഖ്യം ഇതിനെ തടയിടുമെന്ന് അഖിലേഷ് യാദവ് പ്രതീക്ഷിക്കുന്നു.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിലൊതുങ്ങിയ BSP പക്ഷേ മികച്ച പ്രചാരണമാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. അമിത്ഷായെ കസബിനോട് ഉപമിച്ചും BJPയുടെ പ്രകടന പത്രികയിലെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളും ഉയർത്തിയുള്ള മായാവതിയുടെ പ്രചരണം ജനശ്രദ്ധ ആകർഷിച്ചു. അഖിലേഷിന്റെ കഴുതാ പരാമർശത്തിന് പിന്നാലെ സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തോടെ മോദിയുടെ ചിരിമാഞ്ഞെന്നും BJP ഹിന്ദുത്വ കാർഡ് ഇറക്കുകയാണെന്നും ആരോപിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം. വ്യക്തിപരമായ ഏറ്റുമുട്ടലുകൾക്കും പാർട്ടികൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്നതിനുമാണ് അവസാനഘട്ട പ്രചരണങ്ങളെല്ലാം സാക്ഷ്യം വഹിച്ചത്. സർദാർ പട്ടേലിന്റെയും കൃഷ്ണന്റെ കർമ്മഭൂമി എന്ന് വിശേഷിപ്പിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രചരണങ്ങളും ഈ ഘട്ടങ്ങൾ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ്. മനുശങ്കർ, ദില്ലി. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടിയെ തെരഞ്ഞെടുത്തേക്കുമെന്ന സൂചന. അഹമ്മദിന്റെ നിര്യാണത്തോടെ ഒഴിവുവന്ന മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടിയെ പരിഗണിക്കുന്നതിന്റെ മുന്നോടിയായാണ് ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം. പുതിയ ഭാരവാഹികളെ കണ്ടെത്തുന്നതിനുള്ള മുസ്ലിം ലീഗ് ദേശീയ യോഗം നാളെ ചെന്നൈയിൽ ചേരും. മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാനായി PK കുഞ്ഞാലിക്കുട്ടി ഒരുങ്ങുന്നതിനിടെയാണ് ദേശീയ യോഗം ചെന്നൈയിൽ ചേരുന്നത്. അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് നിലവിലെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രൊഫസർ KM ഖാദർ മൊയ്തീനെ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലപ്പെടുത്തിയിരുന്നു. തമിഴ്നാട്ടുകാരനായ ഖാദർ മൊയ്തീനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കാൻ ധാരണയായതോടെ അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനം കേരളത്തിന് നൽകേണ്ടി വരും. നിലവിലെ സെക്രട്ടറിമാരായ ET മുഹമ്മദ് ബഷീർ, അബ്ദുസമദ് സമദാനി, ഖുറം അനീസുമർ, S നഈം അക്തർ, ഷാഹിൻ ഷാ ജഹാംഗീർ എന്നിവരിൽ ബഷീറാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണനയിലുള്ളത്. പാർലമെന്റ് അംഗമെന്ന നിലയിൽ ET മുഹമ്മദ് ബഷീറിനെ പരിഗണിക്കണമെന്ന അഭിപ്രായം ഒരു വിഭാഗത്തിനുണ്ട്. നിലവിലെ ദേശീയ ട്രഷററായ കുഞ്ഞാലിക്കുട്ടിയാണ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നതെങ്കിൽ ജനറൽ സെക്രട്ടറി പദവും നൽകണമെന്നാണ് കുഞ്ഞാലിക്കുട്ടി അനുകൂലികളുടെ ആവശ്യം. അഹമ്മദിന്റെ നിര്യാണത്തോടെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ ചേരി ദുർബലമായില്ലെന്നു മാത്രമല്ല ശക്തമാവുകയും ചെയ്തതോടെ കരുതലോടെയാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ നീക്കങ്ങൾ. KT സാലിഹ്, മലപ്പുറം. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് ബദൽ എന്താ എന്ന ചോദ്യത്തിന് മറുപടിയുമായി ഗോ ഗ്രീൻ എക്സ്പോ. തിരുവനന്തപുരം നഗരസഭയാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മാർച്ച് 1 മുതൽ തിരുവനന്തപുരത്ത് നടപ്പാക്കുന്ന പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഭാഗമായാണ് പ്രദർശനം. ഉപയോഗശേഷം വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് തീർത്ത പാത. ഇതിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിന് ബദൽ എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതെ, പേപ്പറും തുണിയും കൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം. പ്ലാസ്റ്റിക്കിന് ബദൽ എന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ലെന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് തീർത്ത ഇൻസ്റ്റലേഷൻ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി TM തോമസ് ഐസക് പറഞ്ഞു. പ്ലാസ്റ്റിക് പോയാൽ പകരം കൃത്യമായ ഉത്തരവുണ്ട്. 19 സ്റ്റാളുകൾ എല്ലാവരും വിവിധ തരത്തിലുള്ള പ്ലാസ്റ്റിക് ഇതര ക്യാരി ബാഗുകളും മറ്റും നിർമ്മിക്കുന്നവർ എത്ര നഗരത്തിന് വേണമെങ്കിലും നിർമ്മിച്ച് നൽകാൻ തയ്യാറാണ്. വളരെ വിലപിടിപ്പുള്ള ക്യാരി ബാഗുകൾ മുതൽ പേപ്പർ സാധാരണ ന്യൂസ് പേപ്പർ ബാഗുകൾ വരെ ലഭ്യമാണ്. അതിന് സ്വപ്പം പണം നൽകേണ്ടി വരും. പക്ഷേ നഗരം വൃത്തിയായിരിക്കാൻ നമ്മൾ സ്വപ്പം ചെലവുണ്ടെന്ന് നമ്മൾ സ്വയം കരുതിയാൽ മതി. പേപ്പറുകൾ, തുണി എന്നിവ കൊണ്ടുണ്ടാക്കിയ ബാഗുകൾ, പേപ്പർ കൊണ്ടുണ്ടാക്കിയ കമ്മൽ, മാല, ആഭരണങ്ങൾ തുടങ്ങിയവയും പ്രദർശനത്തിൽ കാണാം. തിരുവനന്തപുരത്ത് മാർച്ച് 1 മുതൽ നടപ്പാക്കാൻ പോകുന്ന പ്ലാസ്റ്റിക് നിരോധനത്തിന് മുന്നോടിയായാണ് നഗരസഭ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.